കേരളത്തിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ മാത്രം ഡിജിറ്റൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്തത് 4.54 കോടി രൂപയാണ്. അതായത് 4,54,00,000 രൂപ. ഞങ്ങൾ CBI നിന്നാണ് നിങ്ങളെ ഇൻ്റർനെറ്റ് വഴി അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത കേസാണ്. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് മിക്കവാറും തട്ടിപ്പ്. വയോധികരെയും സ്ത്രീകളെയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെയൊക്കെ ലക്ഷ്യമിട്ടാണ് തട്ടിപ്പുകൾ അധികവും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു രീതിയിലേക്ക് മലയാളികൾ മാറുന്നു. ഡിജിറ്റൽ അറസ്റ്റിന്റെ കാര്യത്തിൽ നിന്നൊരു തർക്കവുമില്ല. നമ്മൾ തന്നെ എത്രയോ തവണ വാർത്തകളിലൂടെയും അതോടൊപ്പം തന്നെ മറ്റു ബോധവൽക്കരണമൊക്കെ നടത്തിയതാണ്. പക്ഷേ തട്ടിപ്പിനൊരു കുറവും സംഭവിക്കുന്നില്ല. പോലീസ് ആകത്തെ സൈബർ കൊള്ളക്കാരെ പിടികൂടുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സൈ പോലുള്ള ശക്തമായ നടപടികളുമൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന രീതിയിലാണ് സൈബർ കൊള്ളക്കാരുള്ളത്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 3 പ്രധാനപ്പെട്ട കേസുകളാണ് ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട്. 2 കൊച്ചിയിലാണ്. അതിലൊരു 15 ലക്ഷം രൂപയുടെ തട്ടിപ്പ്, മറ്റൊന്ന് 1,30,00,000 രൂപ, പിന്നൊന്ന് ഒരു 21 ലക്ഷം രൂപ തിരുവല്ലയിൽ. അങ്ങനെ 3 പ്രധാനപ്പെട്ട കേസുകൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം 4,54,00,000 രൂപയാണ് ഡിജിറ്റൽ കൊള്ളക്കാർ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വ്യാജേന തട്ടിയെടുത്തുകൊണ്ട് പോയത്. അതിൽ 1,06,00,000 രൂപ പിടിച്ചെടുക്കാനായി എന്ന് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചൊരു നേട്ടമായി പറയാനുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് രീതി ഇപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ജെറ്റ് എയർവേസ് സ്കാമുമായി ബന്ധപ്പെട്ട് പ്രതികളാണ് നിങ്ങൾ, അതിൻ്റെ ഒരു തട്ടിപ്പ് പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആ കേസിൽ പ്രതികളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രധാനമായി തട്ടിപ്പ് നടത്തുന്നത്. CBI ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ പോലീസ് വേഷമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഡിജിറ്റൽ വീഡിയോ കോളിലൂടെ വിളിക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു കോടതി വരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ വയോധികരെ അങ്ങോട്ടേക്ക് ഹാജരാക്കി ജഡ്ജിൻ്റെ മുമ്പിലൊക്കെ ഹാജരാക്കും. ഈ കേസിൽ നിന്ന് നിങ്ങളെ മാറ്റണമെങ്കിൽ ഇത്ര കോടി രൂപ നൽകണം, അല്ലെങ്കിൽ ഇത്ര രൂപ നൽകണം എന്ന് പറയുന്നു. ഇതിൽ പേടിച്ച് വിരണ്ടാണ് പല ആളുകളും അവരുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ കൈമാറുകയും ബാങ്കിൽ പോയി പണം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഇങ്ങനൊരു ഡിജിറ്റൽ അറസ്റ്റ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നിയമപരമായ ഒരു അറസ്റ്റും ഇങ്ങനെ നടക്കാറില്ല എന്നുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോഴും ആളുകൾ അത് കേൾക്കുന്നില്ല. അതാണ് ഈ തട്ടിപ്പ് പെരുകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കൊച്ചിയിൽ 81 വയസ്സുകാരനായ ഡോക്ടറിന്റെ പക്കൽ നിന്നാണ് 1,30,00,000 രൂപ തട്ടിയെടുത്ത് അതിൽ 1,06,00,000 രൂപ തിരികെ ലഭിച്ചിട്ടുണ്ട്. കേസിൽ 3 പ്രതികളുടെ പേരുകളാണ് FIR ഉള്ളത്. പക്ഷേ ആ പേരുകളൊക്കെ വ്യാജ പേരുകളാണ്. എന്നാൽ പോലും ഈ തട്ടിപ്പ് സംഘത്തെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ ഇനിയും ഈ കോടികളുടെ എണ്ണം വർദ്ധിക്കും. SK